അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററാണ്, അതായത് 14ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് നോക്കാനുള്ളത്. അതിപ്പോൾ ചാപ്റ്ററിൻ്റെ പേരാണ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ചേഞ്ച്. അപ്പോൾ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് കൾച്ചർ ഓർഗനൈസേഷണൽ കൾച്ചർ എന്താണ്, പിന്നെ ചേഞ്ചസ് എന്താണ്, ഓർഗനൈസേഷൻ എങ്ങനെയാണ് ചേഞ്ചസ് വരലെന്ന് നോക്കലാണ്. അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ കൾച്ചർ കൊണ്ട് തുടങ്ങാം. വാട്ട് ഈസ് ഓർഗനൈസേഷണൽ കൾച്ചർ? ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുമ്പോൾ പിന്നെ ഷെയർഡ് വാല്യൂസ് ആൻഡ് റൂൾസ് ഓഫ് കമ്പനി, ഇതാണ് കൾച്ചർ. ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചർ തന്നെ ഇതാണ്. നല്ല ഷെയറായ വാല്യൂസ് ഉണ്ടാവും, ഷെയർഡായ വാല്യൂസ് ഉണ്ടാവില്ല, പിന്നെ കമ്പനിക്ക് കുറച്ച് റൂൾസ് ഉണ്ടാവില്ല. ഇതാണ് കൾച്ചർ ഒരു കമ്പനിയുടെ. അപ്പോൾ സച്ചിൻസ് ത്രീ ലെവലെന്ന് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ ഒരു 3 ലെവൽ പറയുന്നുണ്ട്. സച്ചിൻസ് 3 ലെവലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നാമതാണ് ആർട്ടിഫാക്ട്സ് എന്ന് എന്തെന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളതാണ് വിസിബിൾ തിങ്സ് ലൈക്ക് ഓഫീസ് ഡ്രസ്, ലോഗോസ്. ഇതെല്ലാം കാണാൻ പറ്റാവുന്ന കുറച്ച് തിങ്സ് ഉണ്ടാവില്ല കമ്പനിയിൽ. അപ്പോൾ അത് നമുക്ക് ഓഫീസിനെ പോലെ അല്ലെങ്കിൽ ഡ്രസ്സ് അല്ലെങ്കിൽ ലോഗോ, ഇതെല്ലാം ആർട്ടിഫാക്ട്സ് ആണ്. പിന്നെ രണ്ടാമതാണ് എക്സ്പോസ്ഡ് വാല്യൂസ്. അപ്പോൾ എക്സ്പോസ്ഡ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പനി നമുക്ക് പറയുക, അതായത് വാട്ട് കമ്പനി സേസ്, അത് എന്താണ് കമ്പനി നമുക്ക് പറയുക, നല്ല കാര്യങ്ങളാണോ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളാണോ, എന്താണ് പറയുക, ഇതെല്ലാം എക്സ്പോസ്ഡ് വാല്യൂസ്. അപ്പോൾ മൂന്നാമതാണ് ബേസിക് അസംപ്ഷൻസ്. അതായത് ബേസിക് അസംപ്ഷൻസ് നമുക്ക് പറയാനുള്ളതാണ് ഡീപ്പ് ബിലീഫ് ദാറ്റ് ഗൈഡ് ബിഹേവിയർ. അതായത് നല്ല ഡീപ്പായ ഒരു ബിലീഫ് ഉണ്ടാവില്ല, നല്ല ഒരു വിശ്വാസം ഉണ്ടാവില്ല, ഇതെന്ത് നല്ല ബിഹേവിയറിലേക്ക് അത് നമുക്ക് ഗൈഡ് ചെയ്യും എന്ന ഒരു നല്ലൊരു ബിലീഫ് ഉണ്ടാവില്ല. പിന്നെ ഈ ചാപ്റ്ററിൽ പറയാനുള്ളതാണ് ടൈപ്സ് ഓഫ് കൾച്ചർ. അത് കുറച്ച് ചില കൾച്ചറുകളുണ്ട്, കൾച്ചറിന് ചില ടൈപ്സ് ഉണ്ട്, അത് ഏതൊക്കെയെന്ന് പറയാനുള്ളതാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് കൾച്ചറിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളതാണ് ഡീൽ ആൻഡ് കെന്നഡീസ് 4 ടൈപ്സ്. കെന്നഡീസിൻ്റെ 4 ടൈപ്സ് ഉണ്ട്. കെന്നഡീസ് പറയുന്നവർ ഒരു സയൻറ്റിസ്റ്റിൻ്റെ 4 ടൈപ്സ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തതാണ് ടഫ് ഗൈ അല്ലെങ്കിൽ മാക്കോ എന്ന് പറഞ്ഞാൽ നല്ല ഹൈ റിസ്ക് ആയിട്ട് ജോലി ചെയ്തിട്ട് നല്ല ഫാസ്റ്റായ നല്ല റിസൾട്ട് കിട്ടലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എമർജൻസി ടീംസ് ഇല്ലെങ്കിൽ ആഡ്സ്, ഇതിനെല്ലാം നമുക്ക് ഹൈ റിസ്ക് ആയിട്ടുണ്ടാവും ആഡ്സ് എല്ലാം കൊടുക്കാൻ, എന്നിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാവുന്നതാണ്. പിന്നെ രണ്ടാമത്തേതാണ് വർക്ക് ഹാർഡ് പ്ലേ ഹാർഡ്. അതായത് ലോ റിസ്ക് ആയിട്ടുണ്ടാവും, നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ ഇങ്ങനെ മറ്റേ സെയിൽസ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡെല്ലാം നല്ല റിസ്ക് ഉണ്ടാവുന്ന ജോലിയല്ല, എന്നിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും, നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ പിന്നെ പറയാനുള്ളതാണ് ബെറ്റ് യുവർ കമ്പനി. അതായത് ഹൈ റിസ്ക് സ്ലോ റിസൾട്ട്സ്. അതായത് ടെൻഡർ ഇപ്പോൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ബെറ്റ് വെക്കാറുണ്ട്, അത് കമ്പനിക്ക് യോജിച്ച് വെക്കാൽ. അപ്പോൾ ഇത് നല്ല റിസ്ക് ആയിട്ടുണ്ടാവും, അപ്പോൾ റിസൾട്ടും അത്രയ്ക്ക് ഉണ്ടാവില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ഓയിൽ അല്ലെങ്കിൽ ഫ്യൂൾസ് അല്ലെങ്കിൽ പെട്രോളിയം, ഇതെല്ലാം നമുക്ക് പറയാവുന്നതാണ്. നാലാമത്തേതാണ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ലോ റിസ്ക് ആയിട്ടുണ്ടാവും, സ്ലോ റിസൾട്ടുമായിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞാൽ ഹൈ റിസ്ക് ആയിട്ടുണ്ടാവും, സ്ലോ റിസൾട്ട്സ് ആയിട്ടുണ്ടാവും. ഇത് പ്രോസസ്സ് ലോ റിസ്ക്കും സ്ലോ റിസൾട്ട് രണ്ടും നെഗറ്റീവ് തന്നെ. അതായത് ബാങ്ക്സ്, ഗവൺമെൻറ്, ഇതെല്ലാം നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. പിന്നെ പറയാനുള്ളതാണ് ഹൗ കൾച്ചർ സ്പ്രെഡ്സ്. എങ്ങനെയാണ് കൾച്ചർ, അതായത് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് കൾച്ചർ സ്പ്രെഡ് ആവല് എങ്ങനെയാണ് എന്ന് നോക്കലാണ്. അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളതാണ് കൾച്ചർ സ്പ്രെഡ് ബൈ, അതായത് കൾച്ചർസ് എങ്ങനെയല്ല സ്പ്രെഡ് ആവും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് സ്റ്റോറീസ് വഴി. അപ്പോൾ കമ്പനീൻ്റെ ഹീറോയിക് സ്റ്റോറീസ് പറയൽ, അങ്ങനെയുള്ള പറഞ്ഞ് നമുക്ക് കൾച്ചറിനെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തേതാണ് റിച്വൽസ് ആൻഡ് സെറമണീസ്. അപ്പോൾ കുറേ മീറ്റിങ്സ് വെക്കൽ, കുറേ അവാർഡ്സ് കൊടുക്കൽ, ഇതെല്ലാം കൊണ്ട് നമുക്ക് കൾച്ചർ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ പറയാനുള്ളതാണ് മെറ്റീരിയൽ സിമ്പിൾ. അതായത് ഡ്രസ് കോഡ് ഉണ്ടാക്കൽ, അല്ലെങ്കിൽ യൂണിഫോംസ് ഉണ്ടാക്കൽ, അല്ലെങ്കിൽ നല്ലൊരു ഓഫീസ് ഉണ്ടാക്കൽ, നല്ല ഇൻഫ്രാസ്ട്രക്ചറിൽ ഓഫീസ് ഉണ്ടാക്കൽ, ഇതെല്ലാം നമുക്ക് മെറ്റീരിയൽ സിമ്പിൾസിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ പറയാനുള്ളതാണ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് സ്പെഷ്യൽ വേർഡ്സ് ഉണ്ടാക്കൽ, നല്ല വേർഡ്സ് ഉണ്ടാക്കി ജോബ് ചെയ്യൽ. പിന്നെ എന്ന് പറയാവുന്നതാണ്. പിന്നെ സോഷ്യലൈസേഷൻ സ്റ്റേജസ് ആണ് പിന്നെ പറയാനുള്ളത്. സോഷ്യലൈസേഷൻ സ്റ്റേജസ് നമുക്ക് പറയാനുള്ളതാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ ബിഫോർ ജോയിനിങ്, പിന്നെ ഫസ്റ്റ് ഡേയ്സ്, പിന്നെ ഫുള്ളി പാർട്ട് ഓഫ് കൾച്ചർ.
ഇത് കാര്യങ്ങളാണ് നമുക്ക് സോഷ്യലൈസേഷൻ സ്റ്റേജിൽ പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് സ്ട്രോങ് വേഴ്സസ് വീക്ക് കൾച്ചർ. സ്ട്രോങ് കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും നല്ല വാല്യൂസ് അറിയും, നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും, നല്ല കോർഡിനേഷൻ ഉണ്ടാവും, നല്ല പ്രൗഡ് ഫീൽ ആയിട്ടുണ്ടാവും. പിന്നെ വീക്ക് കൾച്ചറിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും, വാല്യൂസ് എല്ലാം കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും, പിന്നെ ലോ മോട്ടിവേഷൻ ആയിട്ടുണ്ടാവും, പിന്നെ അൺക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് പറയാനുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ് ചേഞ്ച്, അതായത് കൾച്ചറിൽ എന്തെല്ലാം ചേഞ്ചസ് വന്ന് നമുക്ക് മനസ്സിലാക്കലാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളതാണ് ചേഞ്ച് നീഡ് ബിക്കോസ് ദി വേൾഡ് മൂവ്സ് ഫാസ്റ്റ്. അത് ചേഞ്ചസ് എന്നാൽ നമുക്ക് ആവശ്യമാണ്, കാരണം വേൾഡ് അതായത് ഇപ്പോൾ മോഡേൺ ഡേയ്സ് കുറേ വേഗതയിലാണ്, സ്പീഡായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ രണ്ടാമത് പറയാനുള്ളത് എക്സ്റ്റേണൽ ഫോഴ്സസ്, അതായത് ടെക്നോളജി, കോമ്പറ്റീഷൻ, മാർക്കറ്റ്സ് എന്നൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് എക്സ്റ്റേണൽ ഫോഴ്സിൽ. പിന്നെ മൂന്നാമത്തത് ഇൻറ്റേർണൽ ഫോഴ്സ്. ഇൻറ്റേർണൽ ഫോഴ്സിൽ നല്ല ലീഡേഴ്സ്, പിന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവുമല്ലോ, പിന്നെ എംപ്ലോയീസ് നീഡ്സ്, ഇതെല്ലാം പറയാനുള്ളതാണ് ഇൻറ്റേർണൽ ഫോഴ്സസ്. പിന്നെ പറയാനുള്ളതാണ് ടൈപ്സ് ഓഫ് ചേഞ്ചസ്. ടൈപ്സ് ഓഫ് ചേഞ്ചസ് നമുക്ക് പറയാനുള്ളത് സ്ട്രാറ്റജി, സ്ട്രക്ചർ, ടെക്നോളജി, പീപ്പിൾ. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.